ഓക്കെ, വെൽക്കം ബാക്ക് ടു റിജു NPSK ക്ലാസ്സസ്. നോക്കാം, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏവറേജ് സ്പീഡ് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഏവറേജ് സ്പീഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആയിരുന്നു. എന്നിട്ട് നമ്മളൊരു കേസ് പറഞ്ഞു. ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്നു V1 സ്പീഡിൽ S1 ഡിസ്റ്റൻസ് ഇൻ ടൈം T1. പിന്നെ സ്പീഡ് മാറി V2 ആയി, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് S2 ആയി, ആ ട്രാവൽ ചെയ്യാനെടുത്ത ടൈം T2 ആയി. ഇത് നമ്മൾ പിന്നെ പറഞ്ഞത്, അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ S1 + S2, ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ T1 + T2. അങ്ങനെ ഇക്വേഷൻ എഴുതി. എന്നിട്ട് നമ്മളൊരു കേസ് പറഞ്ഞു. ഈ S1ഉം S2ഉം എന്തായാൽ ഈക്വൽ ആയാൽ, S1 S2 ഈക്വൽ ആയാൽ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു. S1ഉം S2ഉം ഈക്വൽ ആയാൽ ഏവറേജ് സ്പീഡിന് ഒരു ഫോമുല നമ്മൾ ഡിറൈവ് ചെയ്തു. എന്തായിരുന്നു ഫോമുല? 2V1 V2 by V1 + V2. ഇതായിരുന്നു ഫോമുല. 2V1 V2 by V1 + V2. പിന്നെ നമ്മൾ പറഞ്ഞു ഇതുപോലത്തെ 3 സെക്ഷൻ ഉണ്ടെങ്കിൽ, എന്നിട്ട് S1 S2 S3 3 ഡിസ്റ്റൻസുകൾ ഈക്വലായി. 3 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ എന്തായിരുന്നു ഫോമുല? 3V1 V2 V3 by V1 V2 plus V2 V3 plus V1 V3. അങ്ങനെയായിരുന്നു ഫോമുല. അത് ഡിസ്റ്റൻസുകൾ ഈക്വൽ ആകുന്ന കേസാണ് പറഞ്ഞത്. 2 ഡിസ്റ്റൻസ് 3 ഡിസ്റ്റൻസ് ഈക്വൽ ആകുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇതിൽ ഈ ടൈമുകൾ ഈക്വലായെന്ന് വിചാരിക്കുക. ടൈം ഈക്വലായി. ഈ ട്രാവൽ ചെയ്യാനെടുത്ത ടൈമും ഈ ട്രാവൽ ചെയ്യാനെടുത്ത ടൈമും ഈക്വൽ. ടൈം മാത്രം ഈക്വൽ, വേറൊന്നും ഈക്വൽ അല്ല. ടൈം മാത്രം ഈക്വൽ. ഇതിനെടുത്ത ടൈമും ഇതിനെടുത്ത ടൈമും ഈക്വൽ. അപ്പോൾ ലെറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം എന്നാ? T1 = T2 = T. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാ? T1ന് പകരം T കൊടുക്കണം, T2ന് പകരം T കൊടുക്കണം. അങ്ങനെ ഇതിൽ കൊടുത്താലോ ഏവറേജ് സ്പീഡ് എന്താവും? ഏവറേജ് സ്പീഡ് ഈക്വൽ ടു, ഇത് S1 + S2 തന്നെ. നേരത്തെ ഇങ്ങനെയായിരുന്നു. ഇത് S + S ആയി, അടിയിൽ T1 + T2 തന്നെ. ഇപ്പോൾ എന്തായി? ഇതിങ്ങനെ S1 + S2 അങ്ങനെ തന്നെ. പക്ഷേ ഡിനോമിനേറ്ററിലോ T1ന് പകരം T, T2ന് പകരം T. അപ്പോൾ ഇത് T + T, അപ്പോൾ 2T വരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ S1നെയും S2നെയും ഇവിടുന്ന് മാറ്റുക. S1നെയും S2നെയും മാറ്റാൻ പോവുകയാണ്. S1നെ S2നെ എങ്ങനെ മാറ്റും? നമുക്കറിയാം, സ്പീഡ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സ്പീഡ്, ഇവിടുത്തെ സ്പീഡ് എത്രയാണ്? V1, ഡിസ്റ്റൻസ് S1, ടൈം T1. അപ്പോൾ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് വെച്ചാൽ V1 = സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം S1 by T1. S1 by T1. Again here speed equal to distance by time. V2 = S2 by T2. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ S1 എന്ത് വരും? ഇങ്ങോട്ട് എടുത്താൽ ഇത് V1 T1 വരും. V1 T1. ഇവിടെ S2 എന്ത് കിട്ടും? V2 T2 എന്ന് കിട്ടും. V2 T2. പക്ഷേ ടൈം ഈക്വൽ ആണ്. T1 T2 ടൈം ഈക്വൽ. നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ ടൈം ഈക്വൽ ആണ്. അപ്പോൾ ഇത് V1 T എന്ന് വരും. ടൈമിന് T എന്ന് കൊടുത്തായി. ഇത് V2 T എന്ന് വരും. V2 T. അപ്പോൾ S1 എന്ന് വെച്ചാൽ V1 T, S2 V2 T. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ V1 T + V2 T by 2T വരും. ഓക്കെ, ന്യൂമറേറ്ററിന് ടേക്ക് T ഔട്ട്സൈഡ്. T പുറത്തെടുക്കുക. V1 + V2 ഡിവൈഡഡ് ബൈ 2T എന്ന് കിട്ടും. T and T cancel. So it become V1 + V2 by 2. V1 + V2 by 2. It become V1 + V2 by 2. അപ്പം 2 ടൈം ഈക്വൽ ആയാൽ, 2 ടൈമുകൾ ഈക്വൽ ആയാൽ ഏവറേജ് സ്പീഡിൻ്റെ ഫോമുല എന്നാൽ V1 + V2 by 2. അങ്ങനെയാണെങ്കിൽ 3 ടൈം, ഇതുപോലത്തെ 3 എണ്ണം വിചാരിക്കും. 3 ടൈം ഈക്വൽ ആകുന്നു. T1 = T2 = T3. 3 എണ്ണം ഈക്വൽ ആകുമ്പോൾ ഇതെന്ത് വരും? V1 + V2 + V3 വരും. V1 + V2 + V3 by 3 വരും. 4 വരുമ്പോൾ ന്യൂമറേറ്ററിൽ 4, V1 + V2 + V3 + V4 by 4 വരും. അപ്പോൾ n എണ്ണം വരുമ്പോൾ, ഇങ്ങനത്തെ n സെക്ഷൻസ് വരുമ്പോൾ എന്താവും? V1 + V2 + V3 + V4 + etc. + Vn all divided by n എന്ന് വരും.
ഓക്കെ, അപ്പോൾ 3 ടൈം ഈക്വൽ ആകുമ്പോൾ എന്ത് വരും? V1 പ്ലസ് V2 പ്ലസ് V3 ബൈ 3 എണ്ണം വരുമ്പോൾ പ്ലസ് എക്സെട്ര പ്ലസ് Vn ബൈ n വരും, ഓൾ ഡിവൈഡ് ബൈ n വരും. ഇങ്ങനെ വരും ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 2 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ, മറന്നു പോകരുതേ ഒരിക്കലും, ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഡിസ്റ്റൻസുകൾ, ഈ 2 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ 2v1 v2 ബൈ v1 പ്ലസ് v2. 3 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആയാൽ 3v1 v2 v3 ബൈ ഡിവൈഡ് ബൈ v1 v2 പ്ലസ് v2 v3 പ്ലസ് v1 v3. 2 ടൈം ഈക്വൽ ആയാൽ v1 പ്ലസ് v2 ബൈ 2. ഇത് എപ്പോഴും ഈ ഓർഡറിൽ തന്നെ v1 പ്ലസ് v2 പ്ലസ് v3 ബൈ 3, അങ്ങനെ എണ്ണം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയാണ് ആവറേജ് സ്പീഡിൻ്റെ ഫോർമുലാസ് വരുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, നോക്കാം. ഓക്കെ, അത് ചെയ്യാം. നെക്സ്റ്റ് ഇത് പറയട്ടെ, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഓക്കെ, എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറ് ഇപ്പോൾ ഒരു ടൗൺ മുതൽ വേറൊരു ടൗണിൽ വരെ പോവുകയാണ് വിചാരിക്കുക, ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ആ കാറിന് ഒരേ സ്പീഡായിരിക്കുമോ? ചിലപ്പോൾ ബ്രേക്ക് ഇടേണ്ടി വരും, ചിലപ്പോൾ ഒഴിഞ്ഞ സ്ഥലമാണെങ്കിൽ നല്ല സ്പീഡ് പോകും, അപ്പോൾ ചിലപ്പോൾ നിർത്തിയിടേണ്ടി വരും. അങ്ങനെ ഓരോ ടൈമിൽ അതിന് ഓരോ സ്പീഡായിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും അതിന് ഓരോ സ്പീഡാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഒരു പ്രത്യേക ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്പീഡ് ഇപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ 3 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഈ ഓരോ സംഭവവും ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്. ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡുകളായത്. ഈ ഓരോന്നിനെയും നമ്മൾ വിളിക്കുക ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്താണെന്ന്. എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡ്, ഓരോ പ്രത്യേക പർട്ടിക്കുലർ ടൈമിലുള്ള സ്പീഡിനെയും വിളിക്കുക ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പീഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്. സ്പീഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള സ്പീഡ്. ഇത് വേറെ ടൈമിലുള്ള സ്പീഡ്. ഇതിൽ ഓരോന്നിൻ്റെ സ്പീഡ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്നാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷനും കാര്യമൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെലോസിറ്റി പഠിക്കും. അതിൽ വരും ഇൻസ്റ്റൻറ്റേനിയസ്, ഇതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വരും. ആ സമയത്ത് ഞാൻ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കാര്യമൊക്കെ പറയാം. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെലോസിറ്റി. ഇതൊക്കെ വെലോസിറ്റി എന്നാണ് കേട്ടോ. വെലോസിറ്റി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെലോസിറ്റീസ് ആണ്. യൂണിഫോം വെലോസിറ്റി നമ്മൾ പറഞ്ഞു, എല്ലാം നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെ. ഇതിൻ്റെ മുന്നേ പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഡ് പറഞ്ഞ പോലെ തന്നെ അതേ സംഭവങ്ങൾ തന്നെ. യൂണിഫോം വെലോസിറ്റി എപ്പോഴായിരുന്നു യൂണിഫോം സ്പീഡ് പറഞ്ഞത്? യൂണിഫോം സ്പീഡ് എപ്പോഴായിരുന്നു കിട്ടുക? ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം അല്ലേ? പക്ഷേ നമുക്കറിയാം വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ എങ്ങനെ കിട്ടണം? യൂണിഫോം വെലോസിറ്റി എന്തായിരിക്കും? ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് 1 സെക്കൻഡിൽ 2 മീറ്റർ, 1 സെക്കൻഡിൽ 2 മീറ്റർ, 1 സെക്കൻഡിൽ 2 മീറ്റർ ഇങ്ങനെ ട്രാവൽ ചെയ്യണം അല്ലേ? ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റുകൾ ഉണ്ടാവണം. ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി യൂണിഫോം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. പക്ഷേ അതിലൊരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞിരുന്നു. ഇതിങ്ങനെ ആയാൽ മാത്രം പോരാ, ഓരോ ചെറിയ ഇൻ്റർവെൽ എടുത്താലും, ഓരോ ചെറിയ ഭാഗങ്ങൾ എടുത്താലും, ഹൗവർ ദ സ്മോൾ ഇൻ്റർവെൽ ഇറ്റ് മേ ബി എന്നൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഓരോ ചെറിയ ഇൻ്റർവെൽ എടുത്താലും അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ടൈം, ലൈക്ക് ദാറ്റ്.
ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ടൈം. ഓരോ ചെറിയ ഇൻ്റർവെല്ലിലും അങ്ങനെയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി യൂണിഫോം ആണ്. ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഹൗവർ ദ സ്മോൾ ഇൻ്റർവെൽ ഇറ്റ് മേ ബി. ഓരോ ചെറിയ ഇൻ്റർവെല്ലിലും അങ്ങനെയായിരിക്കണം. വാരിയബിൾ വെലോസിറ്റി അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി എന്താ പറഞ്ഞത്? അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് അല്ലേ? ഇത് 2 മീറ്റർ, ഇത് വേറൊന്ന് 4 മീറ്റർ, ഇത് 6 മീറ്റർ, അങ്ങനെ അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ്, ഇതൊക്കെ അൺഈക്വൽ ആയിരിക്കണം. അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. പിന്നെ പറഞ്ഞ ഓരോ ചെറിയ ഇൻ്റർവെൽ, ഒരു ചെറിയ ഭാഗങ്ങൾ എടുത്താലും അങ്ങനെ ആയിരിക്കണം. എന്തൊക്കെ? അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സും ഈക്വൽ ടൈം. അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്തായിരുന്നു? ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആയിരുന്നു അല്ലേ? ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആയിരുന്നു. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ് ആവറേജ് വെലോസിറ്റി. ഓക്കെ, ഇനി ഇതിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ചിലപ്പോൾ 0 ആവും അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴായിരുന്നു 0 ആവുക? ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയാൽ ആവറേജ് വെലോസിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്താവാം? 0 ആവാം. ഓക്കെ, 0 ആവാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ പറയുകയാണ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അതുകൂടാതെ നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒറിജിൻ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോമുല പറഞ്ഞിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ഇങ്ങനെ ഒരു ഫോമുല പറഞ്ഞിരുന്നു, x-x0. 2 ക്ലാസ് മുമ്പ് നമ്മൾ പറഞ്ഞ സംഭവമാണ് x-x0. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. ചേഞ്ച് ഇൻ പൊസിഷൻ. അങ്ങനെ നമ്മൾ എക്സും x0 എങ്ങനെ എടുക്കുക? ഇവിടെ ഒറിജിൻ, നമ്മളെല്ലാം അളക്കേണ്ടത് എവിടെ മുതലാണ്? ഒറിജിൻ മുതലാണ്. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ മുതൽ ഇതിങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കൂ. ഇവിടെ മുതൽ ഇവിടെ വരെ മൂവ് ചെയ്തതിൻ്റെ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ മൂവ് ചെയ്തതിൻ്റെ ആവറേജ് വെലോസിറ്റി കാണണം. ആവറേജ് വെലോസിറ്റി നിങ്ങൾ വിചാരിക്കൂ, ഈ ഓരോ സ്ഥലത്തും അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ മാറുന്നു. ഇവിടുത്തെ വെലോസിറ്റി അല്ല ഇവിടെ, ഇവിടുത്തെ വെലോസിറ്റി അല്ല ഇവിടെ, അങ്ങനെ വെലോസിറ്റി ഇങ്ങനെ മാറുന്ന സിറ്റുവേഷൻ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ആവറേജ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പൊസിഷനെ, ഇതൊരു പൊസിഷൻ, ഈ പൊസിഷനെ ഞാൻ x0 എന്ന് കൊടുക്കുന്നതിന് കാരണം ഞാൻ വേണമെങ്കിൽ x1 കൊടുത്തോട്ടെ, x1. അപ്പോൾ ഇവിടെ നമ്മൾ x1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ മുതൽ എല്ലാം അളക്കേണ്ടത് ഒറിജിൻ മുതലാണ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x1 എന്നാണ് മീനിങ്. ഈ പൊസിഷനെ ഞാൻ x2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x2. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്നത് ഈ പോയിന്റിൻ്റെയും ഈ പോയിൻ്റ് ഇടയിൽ ഒരു ബോഡി മൂവ് ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ 2 പോയിന്റിൻ്റെ ഇടയിലാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോൾ ഈ 2 പോയിന്റിൻ്റെ ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വരും? ഇവിടെ മുതൽ ഇവിടെ വരെ ഇത് x2, ഇത് x1. അപ്പോൾ ഇതെത്ര വരും? x2 - x1 ആയിരിക്കൂലേ ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് കിട്ടുക x2 - x1 ആണ്. അപ്പോൾ ഈ 2 പോയിൻ്റ് ഇടയിലുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് x2 - x1 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ
ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ടൈം, ആ ബോഡി മൂവ് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം, ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം. പക്ഷെ നമ്മളെല്ലാം മെഷർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ടൈം T1 എഴുതി. എന്താ മീനിങ്? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈമാണ് T1, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈമാണ് T2. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈം എന്ന് പറയുന്നത് T2 മൈനസ് T1 ആയിരിക്കും. ടൈം T2 മൈനസ് T1. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് x2 മൈനസ് x1. ഓക്കെ, അപ്പം ഇൻ ടൈം ഈ ടൈം എന്ന് പറഞ്ഞാൽ T1 ആണ്, ഈ ടൈം T2 ആണ്. പക്ഷെ നമ്മൾ കാണാൻ പോകുന്ന ടൈം T2 മൈനസ് T1 ആണ്. അപ്പോൾ ഇൻ ടൈം T2 മൈനസ് T1 എന്ന് പറയുന്ന സമയത്ത് ഈ ടൈമിൽ ഇതിനിടയിൽ സംഭവിച്ച ഏവറേജ് വെലോസിറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏവറേജ് വെലോസിറ്റി ഈ രണ്ടിൻ്റെ ഇടയിലാണ്. എന്ന് വെച്ചാൽ ഇൻ ടൈം T2 മൈനസ് T1 ആണ്. അപ്പോൾ ഏവറേജ് വെലോസിറ്റി ഇൻ ടൈം ഇൻ്റർവെൽ T2 മൈനസ് T1 ആണ്. അപ്പോൾ ടൈം ഇൻ്റർവെൽ T2 മൈനസ് T1 ആണ്. അപ്പോൾ T2 മൈനസ് T1 എന്നുള്ള ടൈം ഇൻ്റർവെലിൽ സംഭവിച്ച ഡിസ്പ്ലേസ്മെൻ്റ് ആണ് x2 മൈനസ് x1. ഓക്കെ, അപ്പോൾ x2 മൈനസ് x1 ഡിവൈഡ് ബൈ T2 മൈനസ് T1. x2 മൈനസ് x1 ആണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ, ഒരു പൊസിഷൻ നിന്ന് വേറെ പൊസിഷനിലേക്ക് പോയി. പക്ഷേ പൊസിഷൻ അളക്കേണ്ടതെല്ലാം മെഷർ ചെയ്യേണ്ടത് ഒറിജിൻ മുതലാണ്. ഓക്കെ, സോ x2 മൈനസ് x1 ഐ ആം റൈറ്റിംഗ് ആസ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എന്ന് വെച്ചാൽ ഒരു ഗ്രീക്ക് വേർഡാണ്, ഗ്രീക്ക് ലെറ്ററാണ് ഡെൽറ്റ. ഇത് ഉപയോഗിക്കുന്നത് ചേഞ്ച് എന്ന് കാണിക്കാനാണ്. ചേഞ്ച്. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് എഴുതി. ഇത് ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പറഞ്ഞു ചേഞ്ച് ഇൻ പൊസിഷനാണ് x2 മൈനസ് x1. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ, അതേപോലെ T2 മൈനസ് T1 എന്ന് പറയുമ്പോൾ ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. ഓക്കെ, സോ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം, ഓർ ഇങ്ങനെ പറയാം ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ ദ ടൈം ഇൻ്റർവെൽ ഏതേനും T2. ഈ T2 മൈനസ് T1 എന്ന് പറഞ്ഞ ടൈം ഇൻ്റർവെല്ലിൽ നടന്ന ചേഞ്ച് ഇൻ പൊസിഷനാണ് x2 മൈനസ് x1. അതിനെ ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ ഏവറേജ് വെലോസിറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഏവറേജ് വെലോസിറ്റി ഉള്ളത്. ഇനി ഈ ഏവറേജ് വെലോസിറ്റി വേണമെങ്കിൽ നെഗറ്റീവ് ആവാം. പക്ഷേ ഏവറേജ് സ്പീഡ്, മുന്നേ നമ്മൾ പഠിച്ച ഏവറേജ് സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. പക്ഷേ ഏവറേജ് വെലോസിറ്റി നെഗറ്റീവ് ആവും. എന്തുകൊണ്ടാണ്? കാരണം ഇത് നെഗറ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആവാം. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് നെഗറ്റീവ് ആവുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡയറക്ഷൻ മാറുമ്പോൾ. ഇപ്പോൾ ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എന്നല്ല, നെഗറ്റീവ് എക്സ് ആക്സിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ്. നമ്മൾ മുന്നേ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നെഗറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ നെഗറ്റീവ് എടുക്കും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരും. അപ്പോൾ ഏവറേജ് വെലോസിറ്റി അപ്പോൾ ഈ ടേം നെഗറ്റീവ് വരും. ഇങ്ങനെ ഇവിടെ മുതൽ ഇപ്പോൾ ഇവിടെ ഒറിജിൻ, ഇവിടെ ഞാനൊരു 100 മീറ്റർ 10 മീറ്റർ മുന്നേ പറഞ്ഞത്. അപ്പോൾ ഇത് മൈനസ് എന്ന് എടുക്കും. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വരിക -100 എന്നാണ്. അപ്പം ഇങ്ങനെ വരും. ഓക്കെ, ഒറിജിൻ്റെ ആ സൈഡ് പോസിറ്റീവും അങ്ങോട്ടേക്കുള്ള മെഷർമെൻറ്റ് പോസിറ്റീവും ഇങ്ങോട്ടേക്കുള്ള മെഷർമെൻറ്റ് നെഗറ്റീവും. പിന്നെ ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ടൈം നെവർ ബിക്കം നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവായി. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ, ന്യൂമറേറ്ററിൽ നെഗറ്റീവ് വരുമ്പോൾ ഏവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചാൽ നെഗറ്റീവ് കിട്ടും. ഓക്കെ, സോ ഏവറേജ് വെലോസിറ്റി മേ ബി നെഗറ്റീവ്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ചിലപ്പോൾ 0 ആവും അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയാൽ ഏവറേജ് വെലോസിറ്റി 0 ആവും. അപ്പോൾ ഏവറേജ് വെലോസിറ്റി എന്തൊക്കെയാവാം? ഈ സൈഡിലേക്കാണെങ്കിൽ പോസിറ്റീവ് ആവാം. ഏവറേജ് വെലോസിറ്റി മേ ബി പോസിറ്റീവ്, നെഗറ്റീവ്,
ഓർ 0. പക്ഷേ ഏവറേജ് സ്പീഡോ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഏവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ അത് നെഗറ്റീവ് ആകാത്തതുകൊണ്ട് തന്നെ ഏവറേജ് സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഓക്കെ, ഇനി ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് എൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എലോങ് സെയിം ഡയറക്ഷൻ. ഡയറക്ഷൻ മാറാതെ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ മുമ്പ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും പറഞ്ഞ പോയിൻ്റായത്. ഡയറക്ഷൻ മാറാതെ അത് സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണ് എന്താ ഡിസ്റ്റൻസ്? ഇങ്ങനെ ഇവിടെ മുതൽ ഇവിടെ വരെ ട്രാവൽ ചെയ്തു വിചാരിക്കും. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ്. പക്ഷേ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇത് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റും. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിമാണ്. അങ്ങനെയാണെങ്കിൽ ഏവറേജ് സ്പീഡ് എന്തായി? ഏവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ഏവറേജ് വെലോസിറ്റിയോ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. അല്ലേ? അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലൂടെ തന്നെ പോയാൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണാൻ പോകുന്ന സാധനം ഇതാണ്. അതും പറഞ്ഞുതരാം ആദ്യമേ. ഏവറേജ് വെലോസിറ്റി ബൈ ഏവറേജ് സ്പീഡ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഒന്നും എടുക്കണ്ട. ഇതെന്താ കിട്ടുന്നത് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് സ്ട്രെയിറ്റ് ലൈനിലൂടെ തന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്താലോ? ഇങ്ങനെ തന്നെ ട്രാവൽ ചെയ്താൽ ഇതാണ് ഡിസ്റ്റൻസ്, ഇത് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിമാണ്. ഇത് രണ്ടും സെയിമാണ്. അതുകൊണ്ട് ഏവറേജ് സ്പീഡും ഏവറേജ് വെലോസിറ്റിയും ടൈമും ഇവിടെ മുതൽ ഇവിടെയുള്ള ടൈം സെയിം ആയിരിക്കുമല്ലോ. ഏവറേജ് സ്പീഡ് അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയാൽ സെയിം ആവും. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ സെയിം ഡയറക്ഷനിൽ അങ്ങനെ തന്നെ പോയാൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏവറേജ് സ്പീഡും ഏവറേജ് വെലോസിറ്റി സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആയാൽ ഡിവൈഡ് ചെയ്താൽ 10/10. അപ്പോൾ 1 കിട്ടി. ഡയറക്ഷൻ ഒന്നങ്ങ് മാറിയാലോ, ചേഞ്ച് ആയാലോ? അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് വരെ അതുവരെ ഏവറേജ് സ്പീഡും ഏവറേജ് വെലോസിറ്റി സെയിമാണ്. ഇത് രണ്ടും സെയിമാണ്. അപ്പോൾ രണ്ടിൻ്റെ റേഷ്യോ കിട്ടുക സെയിം ആയതുകൊണ്ട് 1 കിട്ടും. ഡയറക്ഷൻ അങ്ങ് മാറിക്കഴിഞ്ഞാലോ? ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലാണ് ഡിസ്റ്റൻസ്. ഇങ്ങനെ വരും പാത്ത്, ഇതാണ് ഡിസ്റ്റൻസ് വരിക. പക്ഷേ ഇതായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. അപ്പോൾ ഏതാ കൂടുതൽ? ഈ ഡിസ്റ്റൻസ് കൂടുതലും ഡിസ്പ്ലേസ്മെൻറ്റ് കുറവായി ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ. അല്ല, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കുറവ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റാണ് കുറവ്. അപ്പോൾ ഇത് കുറവായതുകൊണ്ട് ഇത് കുറവ്. ഏവറേജ് വെലോസിറ്റി കുറവും ഏവറേജ് വെലോസിറ്റി കൂടുതൽ. ഏവറേജ് വെലോസിറ്റി കുറവ്, ഏവറേജ് സ്പീഡ് കൂടുതൽ. അപ്പോൾ എന്തായി? ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. അങ്ങനെയാണെങ്കിൽ കിട്ടുക <1 കിട്ടുക. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ 1 കിട്ടും. അല്ലെങ്കിൽ ഇത് കുറവ് ഇത് കൂടുതൽ കിട്ടും. അപ്പോൾ <1 വരും. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക ആൻസർ. <=1. ഏവറേജ് വെലോസിറ്റി ബൈ ഏവറേജ് സ്പീഡ്. അപ്പോൾ ഏവറേജ് വെലോസിറ്റിയും ഏവറേജ് സ്പീഡും എപ്പോൾ ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഷ്യോ ഇത് ബൈ ഇതപ്പോൾ 1 കിട്ടുക. സ്ട്രെയിറ്റ് ലൈനിൽ ഡയറക്ഷൻ മാറാതെ ഒരേപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ മാറുന്ന പോയിൻ്റ് വരെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിരിക്കും. അപ്പോൾ അതുവരെ ഏവറേജ് സ്പീഡും ഏവറേജ് വെലോസിറ്റിയും സെയിം ആയിരിക്കും. അപ്പോൾ റേഷ്യോ 1 ആയിരിക്കും. പക്ഷേ ഡയറക്ഷൻ അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കുറയും, അതിനനുസരിച്ച് ഏവറേജ് വെലോസിറ്റി കുറയും. ഡിസ്പ്ലേസ്മെൻറ്റ് കുറവായിരിക്കും, ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പം ഏവറേജ് വെലോസിറ്റി വിൽ ബി ഏവറേജ് സ്പീഡായിരിക്കും. അപ്പോൾ ഇത് ഇതായിരിക്കും. അപ്പോൾ അതിൻ്റെ റേഷ്യോ കണ്ടാൽ <1 കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഇൻസ്റ്റൻറ്റിൽ സംഭവിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു അല്ലേ? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി
എന്ന് വെച്ചാൽ വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലാർ ഇൻസ്റ്റൻ്റ് ആണ്. ഒരു പെർട്ടിക്കുലാർ സമയത്തിൽ, ഒരു പ്രത്യേക സമയത്തുള്ള വെലോസിറ്റിയാണ്. നമ്മളിപ്പോൾ ഏവറേജ് വെലോസിറ്റി പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? ഇത് ഒറിജിൻ എടുത്തു, ഇങ്ങനെ ഇവിടെയുള്ള പൊസിഷൻ x1, ഇവിടെയുള്ള പൊസിഷൻ x2, ഇത് x1, ഇത് x2, എല്ലാം മെഷർ ചെയ്യുക ഒറിജിൻ മുതലാണെന്ന് പറഞ്ഞു. ടൈം T1 T2. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഇവിടെ മുതലുള്ള ഇവിടെ വരെയുള്ള ടൈം T1, ഇവിടെ മുതൽ ഇവിടെയുള്ള ടൈം T2. അപ്പോൾ ഈ ഇൻ്റർവെൽ T2 - T1. എന്നിട്ട് നമ്മൾ ഏവറേജ് വെലോസിറ്റീൻ്റെ ഫോമുല പറഞ്ഞു. ഏവറേജ് വെലോസിറ്റീൻ്റെ ഫോമുല എന്ന് പറഞ്ഞത് x2 - x1 ഡിവൈഡ് ബൈ T2 - T1 എന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ പറഞ്ഞു, Δx/Δt എന്ന് പറഞ്ഞു. ഇതാണ് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഏവറേജ് വെലോസിറ്റി ആയത്. ഏവറേജ് വെലോസിറ്റി Δx/Δt. ഓക്കെ, Δt എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈം. ഓക്കെ, അപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് x2 - x1, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈം T2 - T1. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ഏവറേജ് വെലോസിറ്റി. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഏവറേജ് വെലോസിറ്റി ആയത്. ഒരു ബോഡി മൂവ് ചെയ്യുമ്പോഴുള്ള ഏവറേജ് വെലോസിറ്റി, ഈ രണ്ട് പോയിൻറ്റിൻ്റെ ഇടയിൽ ഉള്ള ഏവറേജ് വെലോസിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഇൻസ്റ്റൻറ്റിലുള്ള എന്ന് വെച്ചാൽ ഈ ഒരു പോയിൻറ്റിലുള്ള വെലോസിറ്റി, ഈ ഒരു പർട്ടിക്കുലാർ പോയിൻറ്റിലുള്ള ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അടുത്ത ഈ ഒരു പോയിൻറ്റിലുള്ള അന്നേരമുള്ള ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ഒരു വെലോസിറ്റി, ഇത് V1 ഇത് V2 ആ രൂപത്തിലെടുക്കുക. ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി പേരെന്താ? ഇതൊരു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, അടുത്തൊരു ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി. അതിൻ്റെ ഒക്കെ പേര്, ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റീൻ്റെ പേരെന്താണ്? ഓരോ ഇൻസ്റ്റൻറ്റിൽ, ഓരോ പർട്ടിക്കുലാർ ടൈമിലുള്ള അവിടെയുള്ള വെലോസിറ്റീൻ്റെ പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അതാ കണ്ടുപിടിക്കണ്ടേ. നമ്മളിപ്പോൾ കണ്ടെന്ന ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഈ രണ്ട് പോയിൻ്റിൻ്റെ ഇടയിൽ ഒരുപാട് ഇവിടെയൊക്കെ ഓരോ വെലോസിറ്റി വരും. ഒരു ബോഡീൻ്റെ വെലോസിറ്റി V1, ഇവിടെ V2, ഇവിടെ V3, ഇവിടെ V4, അങ്ങനെ ഓരോ പോയിന്റിൽ ഓരോ വെലോസിറ്റി വരാം. ഈ ഓരോ വെലോസിറ്റികളുടെ ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയിലുള്ള വെലോസിറ്റികളുടെ ഏവറേജ് വെലോസിറ്റി. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഓരോന്നിൻ്റെയും പേര് ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റിൻ്റെയും പേരെന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഏവറേജാണ്. ഓരോ വെലോസിറ്റികളുടെ ഏവറേജാണിത്. നമുക്ക് വേണ്ട ഒരു പർട്ടിക്കുലാർ വെലോസിറ്റി മാത്രം, ഈ ഒരു പർട്ടിക്കുലാർ പോയിന്റിൽ ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി മാത്രമേ വേണ്ടൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഈ കാര്യത്തെ, രണ്ട് പോയിന്റിൻ്റെ ഇടയിലുള്ള ഏവറേജായത്, ഇതിനെ നമ്മൾ ചുരുക്കി ഒരു ഇൻസ്റ്റൻറ്റിലേക്ക് വരണം. അതിൻ്റെ ഇടയിലുള്ള വെലോസിറ്റീൻ്റെ പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെറിയ ഇൻ്റർവെല്ലിലേക്ക് ചുരുക്കണം. എന്നിട്ടൊരു പർട്ടിക്കുലാർ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം, ആ സ്പോട്ടിലുള്ള വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ചെറുതാക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈം എത്രയാണ്? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈമാണ്, ഇതിൻ്റെ ഇടയിലുള്ള ടൈമാണ് T2 - T1. ഞാൻ മുമ്പേ പറഞ്ഞു ഇത് T1, ഇത് മൊത്തത്തിൽ T2, ഇതിൻ്റെ ഇടയിലുള്ള ടൈമാണ് T2 - T1. അപ്പോൾ ആ ടൈമിനെ ചെറുതാക്കിയിട്ട് ചെറിയൊരു ഇൻ്റർവെല്ലിലുള്ള ടൈം ആക്കണം. ശരിയല്ലേ? ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി കാണണം. അപ്പോൾ ഇതിനെ നമ്മൾ ചെറുതാക്കി ഇങ്ങനെ കൊണ്ടുവരണം. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയുന്നു. അന്നേരം അങ്ങനെ ചെറുതാക്കി ഇവിടെ കൊണ്ടുവരുമ്പോൾ ആ ഒരു പോയിന്റിലുള്ള ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എഴുതുക. ഇനിയസ് വെലോസിറ്റി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് Δx. മനസ്സിലാക്കുക ശരിക്കും. ഇതിൻ്റെ ഇടയിലുള്ള ടൈമാണ് Δt. നമ്മൾ എന്താ ചെയ്യണ്ടേ? കണ്ടത് ഈ രണ്ട് പോയിൻ്റ് ഇടയിലുള്ള ഏവറേജ് വെലോസിറ്റി, അതിനെ നമ്മൾ ചെറുതാക്കി ഒരു ഇൻസ്റ്റൻറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ചെറുതാക്കി വന്നു പറയുമ്പോൾ ഈ ടൈമും അതുകൂടാതെ Δx ഇതിങ്ങനെ ചെറുതായി വരികയാണ്. എന്നിട്ട് ഒരു ഇൻസ്റ്റൻറ്റിലേക്ക് വരണം. അപ്പോൾ ഈ ടൈം ചെറുതായി വരിക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അത്രയ്ക്കും ചെറുതായി വന്നാൽ പിന്നെ ടൈമില്ല. എന്ന് പറഞ്ഞാൽ ഈ ടൈം ഇങ്ങനെ ചെറുതായി വരിക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്
ഇല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇറ്റ് അപ്രോച്ചസ് ടു സീറോ, ഇല്ലാത്തതിലേക്ക് പോകുന്നു ആ ടൈം. എന്നിട്ട് ചെറുതായി 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 ഒരു പോയിന്റിലേക്ക് വരികയാണ്, അത്രയും ചെറിയ ടൈം ആവുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഈ ടൈം അപ്രോച്ചസ് ടു സീറോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും, ലിമിറ്റ് ഡെൽറ്റ ടി ആണ് ഇതിൻ്റെ ഇടയിലുള്ള ടൈം അല്ലേ. ഡെൽറ്റ ടി ടെൻസ് ടു സീറോ എന്നാ വായിക്കുക, ടെൻസ് ടു സീറോ. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ എന്ന് വായിക്കുക. എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആ ടൈം, ഇതിൻ്റെ ഇടയിലുള്ള ടൈം സീറോനോട് അടുക്കുന്നു. ടെൻസ് ടു സീറോ എന്ന് പറയാൻ കാരണം എന്താ, നമുക്ക് വേണ്ടത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഒരു പർട്ടിക്കുലർ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ മാത്രമുള്ള വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടു. അപ്പൊ നമ്മൾ കണ്ടത് ഇതിന്റെ ഇടയിലുള്ള ഏവറേജ് ഈ രണ്ടിന്റെ ഇടയിലുള്ള ഏവറേജ് വെലോസിറ്റിയാണ് കണ്ടത്. ഇവിടെ കുറേ വെലോസിറ്റികൾ ഉണ്ടാവും, ആ കുറേ വെലോസിറ്റികളുടെ ഏവറേജാണ് നമ്മൾ കണ്ടത്. നമുക്ക് വേണ്ടത് ഈ ഓരോ വെലോസിറ്റിന്റെ പേരാണ്, ഓരോ പോയിന്റിലുള്ള വെലോസിറ്റിന്റെ പേരാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ അത് ഒരു പോയിന്റിലുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ ഈ സംഭവത്തിനെ നമ്മൾ ചെറുതാക്കി ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ചെറുതാക്കുന്ന സമയത്ത് ഈ ടൈം വളരെ വളരെ ചെറുതാവും എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാവും എന്ന് പറഞ്ഞാൽ അത് സീറോനോട് അടുക്കും. ഓക്കെ, അങ്ങനെ ഒരു ഇൻസ്റ്റന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വന്ന ആ ടൈം അത്രയും ചെറുതായി. ഇപ്പോൾ 2 പോയിന്റ് എടുക്കുക, അത്രയും ചെറിയ ടൈമിൽ അവിടെയുള്ള വെലോസിറ്റിയാണ് വേണ്ടത്. ദാറ്റ് വെലോസിറ്റി ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ടൈം അത്രയും ചെറുതായി സീറോനോട് അടുത്ത് അത്രയും ചെറിയ ടൈമിലുള്ള ആ ഒരു സമയത്തുള്ള വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ. വെലോസിറ്റിയുടെ ഫോമുല എന്നാ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇത് വായിക്കാൻ ഞാൻ പറഞ്ഞു, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ എന്നാണ് വായിക്കുക, ടെൻസ് ടു സീറോ. ഓക്കെ, എന്നിട്ട് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി വെലോസിറ്റിൻ്റെ ഫോമുല. വെലോസിറ്റിൻ്റെ ഫോമുല ഇങ്ങനെ, ശരിക്കും വെലോസിറ്റിൻ്റെ ഫോമുല ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. പക്ഷേ ഇതിങ്ങനെ ആവാൻ കാരണം എന്താണ്, നമ്മൾ കാണുന്നത് ഒരു ഇൻസ്റ്റന്റിലുള്ള, മനസ്സിലാക്കണേ ശരിക്കും, ഒരു ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി ആണ്. ഇൻസ്റ്റന്റിലുള്ള എന്ന് പറഞ്ഞാൽ ഇത് അത്രയും ചെറുതായിട്ട് ഒരു ഇൻസ്റ്റന്റിലേക്ക് വരണം, അത്രയും ചെറിയ ടൈം ആവണം. അത്രയും ചെറിയ ടൈം ആവുന്ന പറഞ്ഞാൽ ടൈം ചെറുതായി സീറോനോട് അടുക്കുക. അത്രയും ചെറിയ ടൈമിൽ അത്രയും ചെറിയ ഇൻസ്റ്റന്റിൽ സംഭവിക്കുന്ന വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഇതിനെ നിങ്ങൾ മാത്തമാറ്റിക്കലി ഈ ഒരു സംഭവത്തിന്, ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. മാത്തമാറ്റിക്കലി ഈ ഒരു സംഭവത്തിന് നമ്മൾ dx ബൈ ഡി ടി എന്ന് എഴുതും. dx ബൈ ഡി ടി ഡിഫറൻഷിയേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് വായിക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. മാത്തമാറ്റിക്കലി ഇതിനെ ഇങ്ങനെ എഴുതും. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്, ആ സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് ഡിഫറൻഷിയേഷൻ്റെ മാത്സിലുള്ള ബേസിക് ക്ലാസ്സും കിട്ടിയിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. മാത്തമാറ്റിക്കലി ഈ ഒരു സംഭവത്തിനെ ഇങ്ങനെ എഴുതും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇത് വായിക്കുക എങ്ങനെയാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ഇപ്പോൾ ടൈമായി, അടുത്ത ക്ലാസ്സിൽ കാണാം.